ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും ഒരുപോലെ എതിർക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇവരെ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നു. വർഗീയവാദികൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ രണ്ടും ശക്തിപ്പെടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ വർഗീയവാദികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് അവർ ശത്രുതാപരമായ മനസ്സോടുകൂടി ഒന്നിനെ ഇല്ലാതാക്കി മറ്റൊന്നുണ്ടാക്കാൻ അല്ലെങ്കിൽ ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ് എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ വേണ്ട. അത് വളരെ വ്യക്തമായിട്ട് പാർട്ടിക്ക് കാഴ്ചപ്പാടുണ്ട്. ലോകത്ത് മറ്റെല്ലാ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരത്തിലോ ഏറ്റുമുട്ടലിലോ ആരെങ്കിലും ഒരാൾ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യും, ലോകത്ത് എവിടെയായാലും. എന്നാൽ വർഗീയ ശക്തികൾ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലിൽ ആരും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യില്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. വർഗീയവാദികൾ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലിൽ രണ്ട് ശക്തികളും ശക്തിപ്പെടുക ചെയ്യുക, അത് നല്ലതുപോലെ ധാരണ വേണം. ഒരു കാര്യം ഞാൻ മുമ്പ് തന്നെ വ്യക്തമാക്കിയാണ്, ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്, SDPI എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനസംഖ്യാ അനുപാതം വളരെ വളരെ ചെറുതാണ്. പക്ഷേ ആ അനുപാതം കുറവാണെങ്കിലും അവർ ഉയർത്തുന്ന വർഗീയ മുദ്രാവാക്യത്തിൻ്റെ പിന്നിൽ അണിനിരത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണഭോക്താവ് കോൺഗ്രസ്സാണ്.